ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിന്റെ റിവേഴ്സൽ ആൻഡ് കണ്ടിന്യൂവേഷൻ അനലൈസ് ചെയ്യുന്നതാണ് ഒരു ഓപ്ഷൻ ട്രേഡർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ദിസ് ഈസ് കിഷോർ കുമാർ, ഫൗണ്ടർ ഓഫ് ടീം അവന്യൂ. വെൽക്കം ടു അവർ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ കാൻഡൽസ്റ്റിക് പാറ്റേൺ ഫോം ആവുമ്പോൾ മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഓപ്ഷൻ ട്രേഡർ മാർക്കറ്റിനെ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് മാത്രമേ എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കാവൂ. അതിൽ ഏറ്റവും അധികം ഒരു ട്രേഡറിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ അനാലിസിസ് ആണ്. അവിടെ ക്യാൻഡിൽ സ്റ്റിക്സ് എങ്ങനെ ഫോം ആവുന്നു, ആ ഫോം ആവുന്ന ക്യാൻഡിൽസ് കണ്ടിന്യൂവേഷൻ ആണോ മാർക്കറ്റിന്റെ റിവേഴ്സൽ ആണോ എന്നുള്ള കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. സോ അതിനൊക്കെയായിട്ട് ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ റിവേഴ്സലിനെയും കണ്ടിന്യൂവേഷനെയും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വ്യക്തമായി നോക്കി മനസ്സിലാക്കി പഠിക്കുക. കാരണം ഇത് ലൈവ് മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗം ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് പാറ്റേൺ എൻഗൾഫിംഗ് പാറ്റേൺസ് ആണ്. ബുള്ളിഷ് എൻഗൾഫിംഗ് ആൻഡ് ബിയറിഷ് എൻഗൾഫിംഗ്. ഈ ക്യാൻഡിൽ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. സോ അതിനുശേഷം ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത് ഈ റെഡ് ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണ്. പേര് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക, ബുള്ളിഷ് എൻഗൾഫിംഗ്. സോ ഈ റെഡ് ക്യാൻഡിലിനെ കവർ ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് അടുത്ത ഒരു ബുള്ളിഷ് ട്രെൻഡ്, അതായത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് ഒരു ബുള്ളിഷ് എൻഗൾഫ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റിനകത്ത് ഒരു അപ് ട്രെൻഡിലേക്ക്, മാർക്കറ്റ് തിരിച്ച് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ എടുത്ത് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിനെ വളരെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് ശരിയാണോ അല്ലേ എന്ന് നോക്കാം. സോ നിങ്ങൾക്ക് ഈ നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ കാണുന്നതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടന്നതിന് ശേഷം ബുള്ളിഷ് എൻഗൾഫ് പാറ്റേൺ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് വ്യൂ ആണ് നമുക്കുണ്ടെങ്കിൽ ആ വ്യൂവിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങണം. കാരണം മാർക്കറ്റ് പിന്നീട് അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എൻഗൾഫിംഗ് പാറ്റേൺസിൽ രണ്ടാമത്തേത് ബിയറിഷ് എൻഗൾഫിംഗ് ആണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം അടുത്ത ഒരു റെഡ് ക്യാൻഡിൽ ആ ഗ്രീൻ ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണ്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ബിയറിഷ് എൻഗൾഫിംഗ്, ആ പേര് പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് ഒരു ഹൈയിൽ നിന്ന് ഉള്ള ഒരു റിവേഴ്സൽ പോസിബിൾ ആവുന്നതാണ് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് വന്നു, അവിടെ ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോമായി മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓരോ ട്രേഡറും ഈ ഒരു പാറ്റേൺ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഈ പാറ്റേണിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡേഴ്സിന് 15 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. എസ്പെഷ്യലി സ്കാൽപ്പിങ്ങിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്. ഈ ഒരു പാറ്റേൺ ഫോം ആയതിനു ശേഷം ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു ഹയർ ലെവലിൽ നമുക്ക് വളരെ കൃത്യമായൊരു എൻട്രി എടുത്തുകൊണ്ട് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാൻ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ബുള്ളിഷ് ആൻഡ് ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് പിയേഴ്സിംഗ് ലൈൻ ആണ്. ഇതൊരു ബെയറിഷ് ട്രെൻഡ് എൻഡ് ചെയ്ത് അടുത്ത ബുള്ളിഷ് ട്രെൻഡിലേക്കുള്ള റിവേഴ്സലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ ക്യാൻഡിലിനെ നിരീക്ഷിക്കുമ്പോൾ ഫസ്റ്റ് ലോങ് റെഡ് ക്യാൻഡിൽ ആയിരിക്കും. അതിനുശേഷം ഫോം ആവുന്ന ഗ്രീൻ ക്യാൻഡിൽ അത് ഓപ്പൺ ചെയ്യുന്നത് ഈ റെഡ് ക്യാൻഡിലിന്റെ ബിലോ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അത് അപ് ട്രെൻഡിലേക്ക് വന്ന് ഈ റെഡ് ക്യാൻഡിലിന്റെ ഹാഫിന് അബോവ് ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്. ഈ പിയേഴ്സിംഗ് ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് മെജോറിറ്റി ടൈമും 15 മിനിറ്റ് ക്യാൻഡിൽസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പിയേഴ്സിംഗ് ലൈൻ ഫോം ആയി കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഷുവർ ആയിട്ട് നമുക്കൊരു അപ് ട്രെൻഡ് കിട്ടാറുണ്ട്. കംപ്ലീറ്റ്ലി 100% എന്നുള്ള അവകാശം പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും പിയേഴ്സിംഗ് ഫോം ആയി കഴിഞ്ഞാൽ മെജോറിറ്റി ടൈമും നമുക്ക് കൃത്യമായൊരു ട്രെൻഡ് കിട്ടാറ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ മാർക്കറ്റിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചോളുക. ഞാനിത് നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണിക്കുകയാണ്. അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നു. ഓൾമോസ്റ്റ് ഒരു 12:15 ആണ് അതിൻ്റെ ടൈം വന്നിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് ഒരു 12:30 അടുത്ത ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, ഏകദേശം ബിലോയിൽ തന്നെ ഫോമായി. അതടുത്ത അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിയേഴ്സ് ലൈൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ 15 മിനിറ്റ് ക്യാൻഡിൽസിൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. അടുത്തത് മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് ഹാമർ ആണ്. സെയിം ലൈക്ക് എ ഹാമർ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ചെറിയൊരു ബോഡി പാർട്ടും അതിൻ്റെ 2 ടൈംസ് ലെങ്ത് ഉള്ള ഷാഡോയുമാണ് ഹാമറിനുള്ളത്. ഹാമർ ഓൾസോ ഒരു ബുള്ളിഷ് ട്രെൻഡ് കൺഫർമേഷൻ തരുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇത് നമ്മുടെ നിഫ്റ്റിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് 4ഓളം ഹാമേഴ്സ് ഫോം ആയിട്ടുണ്ട്. ഈ ഹാമേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ദ വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്.
സോ ഇത് നമുക്ക് മാർക്കറ്റിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ക്യാൻഡിൽ പാറ്റേൺസ് ഇതുപോലെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി പഠിക്കാൻ കഴിയുന്നതാണ്. ഹാമർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാറ്റേൺ ആണ് ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായി വീണ്ടും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ബിലോയിൽ ഒരു സപ്പോർട്ട് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിടുക. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ലൈനിൻ്റെ ബിലോ ആയിട്ട് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളവിടെ എക്സിറ്റ് ചെയ്താൽ മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ഹാമർ ഫോം ആയതിനു ശേഷം ഈ സപ്പോർട്ട് ലൈനിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായ ഒരു എൻട്രി എടുക്കാൻ കഴിയുന്നതാണ്. സോ നമുക്കിത് നിഫ്റ്റിയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻവേർട്ടഡ് ഹാമർ ഫോം ആയിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് നമ്മൾ സപ്പോർട്ട് ലൈൻ വരയ്ക്കേണ്ടത്. പക്ഷേ ആ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞത് ഇതിൻ്റെ ഡൗൺ ട്രെൻഡിൽ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി മാത്രം എൻട്രി ചെയ്യുക. കാരണം ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ലോസിൽ എക്സിറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ദിവസം കൂടുതൽ സൈഡ് വൈസ് ട്രേഡ് ആയിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ ആണെങ്കിൽ കൂടി തന്നെ നമ്മളൊരു സപ്പോർട്ട് ലൈൻ ഇതിൻ്റെ ബിലോയിൽ വരച്ചുകൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. കാരണം അതിൻ്റെ താഴെ മാർക്കറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ബിയറിഷ് ട്രെൻഡ് ഫോം ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇൻഡിക്കേഷൻ തരുന്ന ഒരു ക്യാൻഡിലാണ് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്. സോ ഈ ഹാമറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അതൊരു ബിയറിഷ് മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാങ്ങിങ് മാൻ്റെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെയിം ലൈക്ക് ഹാമർ തന്നെയാണ്. എന്നാൽ ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഹാങ്ങിങ് മാൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലസ് ട്രെൻഡിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ മാർക്കറ്റ് നന്നായി തന്നെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻഡിൽ പാറ്റേൺസ് ഒക്കെ പഠിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് എവിടെ നിന്ന് എവിടം വരെ പോകുന്നു, ഒരു മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ കഴിഞ്ഞ് നമുക്കൊരു റിവേഴ്സൽ സംഭവിക്കുന്നത് എവിടെയാണ് എന്ന് തിരിച്ചറിയാനാണ്. സോ ചില സമയത്ത് ഈ ക്യാൻഡിൽസ് ഫോം ആയി കഴിഞ്ഞാലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിവേഴ്സൽ വരണമെന്നില്ല. കാരണം മാർക്കറ്റിനകത്ത് പലപ്പോഴും ഫേക്ക് ട്രേഡ്സ് നടക്കാറുണ്ട്. എപ്പോഴും ഇൻട്രാഡേ ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സിനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ ഫോം ആയതിനു ശേഷം ദ വെരി നെക്സ്റ്റ് ട്രേഡ് ആ ഒരു പാറ്റേൺ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ പോലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. അടുത്ത 15 മിനിറ്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി നിരീക്ഷിക്കുക. കാരണം അത് മേ ബി ഒരു ഫേക്ക് ട്രേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്ന പല ട്രേഡ്സും അല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ പല റിവേഴ്സൽ ക്യാൻഡിൽസും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്യാൻഡിൽ പാറ്റേൺസ് ഫോം ആവുന്നുണ്ട്, റിവേഴ്സലോ കണ്ടിന്യൂഷനോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം വെരി നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻഡിൽ പാറ്റേൺസ് വെറുതെ നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് അത് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് കൃത്യമായി വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ പോയിന്റിലാണെന്നുള്ളതും കൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഹാങ്ങിങ് മാൻ. ഒരു റിവേഴ്സൽ മാർക്കറ്റിനെ വളരെ കൃത്യമായി മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് വന്ന് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നതാണ് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂവേഷന് ശേഷം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് പലപ്പോഴും മോർണിംഗ് സ്റ്റാർ ഫോം ആവുന്നത്. മോർണിംഗ് സ്റ്റാർ പാറ്റേൺ നോക്കുക. ഒരു റെഡ് ക്യാൻഡിൽ, അടുത്ത ഒരു ഡൗണിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. എഗെയിൻ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ. അത് കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. നമുക്കിതൊരു നിഫ്റ്റിയുടെ ക്യാൻഡിൽ നമുക്ക് നോക്കി നോക്കാം. സോ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആവുന്നു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ, ദെൻ ആ ക്യാൻഡിലിൻ്റെ കണ്ടിന്യൂവേഷൻ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേണിൻ്റെ പ്രത്യേകത. അതായത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അവിടെ മോർണിംഗ് സ്റ്റാർ ഫോം ആയതിനു ശേഷം തിരിച്ച് അപ് ട്രെൻഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺസ്, റിവേഴ്സൽ പാറ്റേൺസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും ഓപ്ഷൻ ട്രേഡേഴ്സിന് പറ്റുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ എൻഡ് വരെ അല്ലെങ്കിൽ ഡേ എൻഡ് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ് പലപ്പോഴും പല പുതിയ ട്രേഡേഴ്സും അല്ലെങ്കിൽ ഓൾറെഡി ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ട്രേഡേഴ്സും കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. മാർക്കറ്റ് നമ്മൾ ടെക്നിക്കലി വളരെ നന്നായി നിരീക്ഷിക്കുമ്പോൾ ഇതേപോലുള്ള റിവേഴ്സൽസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കൃത്യമായി എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ റിവേഴ്സൽസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാൻ വേണ്ടി, അതായത് ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്ന് ഒരു അപ് ട്രെൻഡാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ റിവേഴ്സൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക്
പുതിയ ഫ്രഷ് എൻട്രീസ് എടുക്കാനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിനകത്ത് ഒരു നെഗറ്റീവ് ട്രെൻഡ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഈവനിങ് സ്റ്റാർ കൂടുതലായിട്ടും വർക്ക് ആവുന്നത് ഒരു 4 hour ചാർട്ടിലോ അല്ലെങ്കിൽ 1 day ചാർട്ടിലായിരിക്കും കൂടുതൽ വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡേ ട്രേഡറെ സംബന്ധിച്ച് ഒരു ഈവനിങ് സ്റ്റാർ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നത് എപ്പോഴും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനാണ്. കാരണം ഒരു മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോവുകയും അവിടെ നിന്ന് ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക, താൽക്കാലികമായെങ്കിലും. കാരണം ഈവനിങ് സ്റ്റാർ ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഒരു റിവേഴ്സൽ വന്ന് അടുത്തൊരു ഡൗൺ ട്രെൻഡ് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തൊരു അപ് ട്രെൻഡ് ഉണ്ടാവത്തുള്ളൂ. സോ ഇത് ഇൻട്രാഡേ ട്രേഡേഴ്സ് വളരെ അപൂർവമായിട്ട് മാത്രമേ ഈവനിങ് സ്റ്റാർ കാണാൻ കഴിയുകയുള്ളൂ. മാർക്കറ്റിനകത്തുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ. പ്രധാനമായിട്ടും ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ഈവനിങ് സ്റ്റാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിലെ ട്രേഡേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ക്യാൻഡിൽ പാറ്റേൺസ് ആണ്. ഒന്ന് ബുള്ളിഷ് ഹറാമിയും 2 ബിയറിഷ് ഹറാമിയും. സോ ബുള്ളിഷ് ഹറാമി പേര് നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ മാർക്കറ്റിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള അപ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയും അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ പാരലൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നു. അതിനുശേഷം അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായി ഈ പറയുന്ന റിവേഴ്സൽസ് അത് എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്ത് വെക്കുന്നത് ഫർദർ ലൈവ് മാർക്കറ്റ് ട്രേഡിങ്ങിന് വളരെയധികം ഉപയോഗം ചെയ്യുന്നതാണ്. ഈ പാറ്റേൺസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ എടുത്ത് വിശദീകരിക്കുന്നത്. സോ ബുള്ളിഷ് ഹറാമി പോലെ തന്നെ മാർക്കറ്റിനകത്ത് നെഗറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ബിയറിഷ് ഹറാമി. സോ മാർക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ, ദെൻ ആ റെഡ് ക്യാൻഡിലിന്റെ കണ്ടിന്യൂവേഷൻ എന്താ സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റിനകത്തുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. ഫണ്ടമെന്റലി ആ ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് പോകാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ഫീൽ ചെയ്യിക്കും ടെക്നിക്കലി. ആ ഒരു പോയിന്റിൽ ബിയറിഷ് ഹറാമി ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നൊരു എൻട്രി എടുക്കാൻ കഴിയുന്നതാണ്. കാരണം ഇതൊരു സ്ട്രോങ് റിവേഴ്സൽ പാറ്റേൺ തന്നെയാണ് ബിയറിഷ് ഹറാമി എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ നോട്ട് ചെയ്ത് വെക്കുക. ഈ പാറ്റേൺ വളരെയധികം മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിനെ വളരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ വളരെ ഈസി ആയിരിക്കും. പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ഹറാമി കണ്ട് അടുത്ത ട്രെൻഡ് കണ്ടിന്യൂവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ ലെവലിൽ കൃത്യമായ റെസിസ്റ്റൻസ് കണ്ടെത്തിക്കൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബിയർ മാർക്കറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് 3 black rows എന്ന് പറയുന്നത്. 3 black rowsന്റെ പ്രത്യേകത മാർക്കറ്റിനകത്ത് ട്രെൻഡ് റിവേഴ്സൽ അല്ല, ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആ റിവേഴ്സലിന് ശേഷം 3 black rows ഫോം ആവുന്നു, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നു. ഇവിടെ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വരുന്നതായിട്ട് തോന്നിക്കാം. പക്ഷേ ഈ സ്ട്രോങ് ക്യാൻഡിൽസ് ഫോം ആയത് കൊണ്ട് തന്നെ അടുത്ത വീണ്ടും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നടക്കുന്നത്. സോ ഇതാണ് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ്റെ പ്രത്യേകത. ഇത് ഒന്ന് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 3 ക്യാൻഡിൽ 3 ഡിഫറെൻറ്റ് ഏരിയാസിൽ ഫോം ആവുക. അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയെ ഒരിക്കലും സെക്കൻഡ് ക്യാൻഡിൽ ബീറ്റ് ചെയ്യത്തില്ല, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ ഒരിക്കലും തേർഡ് ക്യാൻഡിൽ ബീറ്റ് ചെയ്യില്ല. സോ ഈ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ഇതിവിടെ നടക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വരാനായി കുറച്ചധികം സമയം എടുക്കുക തന്നെ ചെയ്യും. അതാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ പാറ്റേണിന്റെ കണ്ടിന്യൂവേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 black rowsന്റെ പാരലായിട്ട് ബുൾ മാർക്കറ്റ് കണ്ടിന്യൂവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് 3 white soldiers എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം 3 ക്യാൻഡിൽസ് ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അപ് ട്രെൻഡിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സമയം തന്നെ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് മാർക്കറ്റിൽ കൈവരുന്നുണ്ട്. സോ ഈ 2 ട്രെൻഡ് ഒരു മാർക്കറ്റ് കണ്ടിന്യൂവേഷനെയാണ് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന പുതിയ വ്യക്തികൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഡോജി ക്യാൻഡിൽ, എന്തുകൊണ്ടാണ് അത് ഫോം ചെയ്യുന്നത്, അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു നിശ്ചിത ടൈം ഫ്രെയിം ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഓൾമോസ്റ്റ് സെയിം ഏരിയയിൽ വരുന്നത് കൊണ്ടാണ് ഡോജി ക്യാൻഡിൽസ് ഫോം ആവുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റിനകത്ത് ബയേഴ്സും സെല്ലേഴ്സിനും ഒരേ പ്രഷർ തന്നെയാണ് മാർക്കറ്റിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഡോജി ക്യാൻഡിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഡോജി ക്യാൻഡിൽ ഫോം ആയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിസിഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് ഡോജിയാണുള്ളത്: ഗ്രേവ് സ്റ്റോൺ, ലോങ് ലെഗ്ഡ് ഡോജി ആൻഡ് ഡ്രാഗൺ ഫ്ലൈ. നമുക്ക് ആദ്യം ഗ്രേവ് സ്റ്റോൺ എന്താണെന്ന് നോക്കി നോക്കാം. ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡിന് ശേഷം ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോം ആവുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ താമസിയാതെ തന്നെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മാർക്കറ്റിനകത്ത് ഒരു ഇൻഡിസിഷൻ ഫോം ആവുകയും മാർക്കറ്റ് അടുത്ത ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമാണ് കാണിക്കുന്നത്. അതൊരു സാധ്യത മാത്രമാണ്, അവിടെ കൺഫർമേഷൻ ഇല്ല. മറ്റ്
നമ്മൾ ക്യാൻഡിൽ പാറ്റേൺസ് പഠിച്ചതുപോലെ ഒരിക്കലും ഈ ഒരു ഡോജി കൊണ്ട് മാർക്കറ്റിനകത്ത് അത് കൺഫേം ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് പോകുന്ന ക്യാൻഡിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ മാർക്കറ്റിനകത്ത് ഒരു എൻട്രി എടുക്കാവൂ. ഒരിക്കലും ഈ ഒരു ഡോജി കൺഫർമേഷൻ അല്ല, എന്നാൽ അവിടെ ഒരു സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമത്തത് ലോങ് ലെഗ്ഡ് ഡോജി. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരുപോലെ നിൽക്കുന്ന സമയത്താണ് ലോങ് ലെഗ്ഡ് ഡോജി ഫോം ആവുന്നത്. സോ ഇവിടെ മാർക്കറ്റിന് വളരെ കൃത്യമായി ഇൻഡിസിഷനാണ് കാണിക്കുന്നത്. കാരണം മാർക്കറ്റ് ഇനി അപ് ട്രെൻഡിലേക്ക് പോകുമോ ഡൗൺ ട്രെൻഡിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡേഴ്സ് എല്ലാം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ് ലോങ് ലെഗ്ഡ് ഡോജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനകത്ത് അടുത്ത ഫോം ആവുന്ന ക്യാൻഡിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു ഡിസിഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട് ഡ്രാഗൺ ഫ്ലൈ. ഒരു സെൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കഴിഞ്ഞ് ഒരു ഡ്രാഗൺ ഫ്ലൈ ഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഡ്രാഗൺ ഫ്ലൈ കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ടി ഷേപ്പിലായിരിക്കും ഡ്രാഗൺ ഫ്ലൈ എപ്പോഴും ഫോം ആവാറുള്ളത്. സോ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൂടുതലായിട്ടും ഒരു ട്രേഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു അപ് ട്രെൻഡ് വരാനുള്ള പോസിബിലിറ്റിയാണ്. ഒരിക്കലും അതൊരു കൺഫർമേഷൻ അല്ല. കൺഫർമേഷൻ എടുക്കേണ്ടത് ഡ്രാഗൺ ഫ്ലൈ കഴിഞ്ഞിട്ടുള്ള ഫർദർ ഫോം ആവുന്ന ക്യാൻഡിലിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കണം. ഓപ്ഷൻ ട്രേഡേഴ്സ് മാർക്കറ്റിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ പറ്റിയായിരുന്നു ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്. എന്നാലും മാർക്കറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൃത്യമായി പഠിക്കേണ്ടത് ഒരു ഓപ്ഷൻ ട്രേഡറിന്റെ കടമയാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ടീം അവനുവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.